എല്ലാവർക്കും നമസ്കാരം. ദൈവത്തെ എവിടെയാണ് കണ്ടെത്തേണ്ടത്? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ ദൈവത്തെ ഞാൻ എവിടെയാണ് കണ്ടെത്തേണ്ടത്? അമ്പലത്തിലാണോ? ആരാധന ആലയങ്ങളിലാണോ? വേദാന്തം പറയുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും ദൈവത്തെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. വേദാന്തം വളരെ വ്യക്തമായി പറയുന്നത് ആത്മാവും ബ്രഹ്മവും രണ്ട് യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻ വീഡിയോകളിൽ നമ്മൾ രണ്ട് അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരുന്നു. ആദ്യത്തേത് ഞാൻ ആരാണ് എന്ന ചോദ്യം. ആത്മപരിശോധനയിലൂടെ വളരെ ലോജിക്കലായി നമ്മൾ ഞാൻ എന്ന് പറയുന്നത് കേവലം ഈ ശരീരവും മനസ്സുമല്ല, മറിച്ച് ഇത് രണ്ടിനെയും അറിയുന്ന ഒരു അവയർനെസ് ആണെന്ന് മനസ്സിലാക്കി. വേദാന്തം അതിനെ ആത്മ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ദൈവം ആരാണ് എന്ന ചോദ്യമായിരുന്നു. വേദാന്തത്തിന്റെ രണ്ട് ദൈവസങ്കല്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ കേവലം നാമമോ രൂപമോ അല്ല, മറിച്ച് നാമരൂപരഹിതമായ ദ അബ്സല്യൂട്ട് റിയാലിറ്റിയാണ്, കോസ്മിക് ഇന്റലിജൻസ് ആണ് എന്ന് മനസ്സിലാക്കി. അതിനെ വേദാന്തം ബ്രഹ്മം എന്നാണ് പറയുന്നത്, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. കാരണം വേദാന്തയുടെ അടിസ്ഥാന അറിവുകളാണ് അത്. മാത്രവുമല്ല, നമ്മുടെ അജ്ഞാനങ്ങളായ ആത്മ അജ്ഞാനം, ഞാനാര്, ഈശ്വര അജ്ഞാനം, ദൈവമാര് എന്നീ അജ്ഞാനങ്ങൾ നീക്കാനും ആ വീഡിയോ നിങ്ങളെ സഹായിക്കും. ആത്മജ്ഞാനത്തിന്റെ ആരംഭം ഇവിടെയാണ് തുടങ്ങുന്നത്. വേദാന്തയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, മറിച്ച് ഇതിനെ അറിയുന്ന ബോധമാണ് എന്ന തലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സംശയം, അപ്പോൾ ആത്മാവ് ബ്രഹ്മം എന്നത് രണ്ട് യാഥാർത്ഥ്യമാണോ, അതോ ഇത് രണ്ടും ഒരു യാഥാർത്ഥ്യമാണോ എന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഈ വിഷയം വളരെ സൂക്ഷ്മവും ആഴത്തിലുമുള്ളതുമാണ്. നമുക്ക് ശരിയായ ഒരു ധാരണയില്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേദാന്തം നമ്മളോട് ഒന്നും വിശ്വസിക്കാൻ പറയുന്നില്ല, മറിച്ച് സാവധാനം മനസ്സിലാക്കാനാണ് പറയുന്നത്. കാരണം വേദാന്തം ഒരു മതമോ വിശ്വാസ പ്രമാണങ്ങളോ അല്ല. ആത്മാ ഈസ് ഈക്വൽ ടു ബ്രഹ്മം. ഒരേ യാഥാർത്ഥ്യം രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. നിങ്ങൾ ആദ്യം ചോദിക്കുന്നത്, ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ എന്തിന് രണ്ട് പേരുകൾ നൽകണമെന്ന്. ഇവിടെയാണ് വേദാന്തത്തിന്റെ മഹത്വം. ഈ സത്യം രണ്ട് തലത്തിൽ മനസ്സിലാക്കാൻ വേദാന്തം ആവശ്യപ്പെടുന്നു. ആദ്യത്തേത് നമ്മളുടെ വ്യക്തിപരമായ തലം, അതായത് ഇൻഡിവിജ്വൽ സ്റ്റാൻഡ് പോയിന്റിൽ ഇതിനെ ആത്മ എന്ന് വിളിക്കുന്നു. എന്നാൽ ടോട്ടൽ സ്റ്റാൻഡ് പോയിന്റ്, അതായത് കോസ്മിക് ലെവൽ, ഇതിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് രണ്ട് തലത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏതൊരു സത്യവും നമ്മളുടെ അനുഭവത്തിലോ നമ്മളുടെ വ്യക്തിപരമായ തലത്തിലോ വരാത്തിടത്തോളം കാലം ആ സത്യത്തെ നമുക്കറിയാൻ സാധിക്കുകയില്ല. ആത്മജ്ഞാനത്തിലൂടെ നമുക്ക് ബ്രഹ്മജ്ഞാനത്തിലെത്തുന്നു. ഇനി വേദാന്തം എങ്ങനെയാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. വേദാന്തം വളരെ വ്യക്തമായി രണ്ടിനും നിർവചനം നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് നിങ്ങളുടെ ഇന്നർ റിയാലിറ്റി, ആത്മ. അതിനെ വേദാന്തം സത് ചിത് ആനന്ദ, അതായത് സച്ചിദാനന്ദ ആത്മ എന്ന് പറയുന്നു. അടുത്തത് ഇൻഫിനിറ്റ് റിയാലിറ്റി, ബ്രഹ്മം. ഇതിനെ വേദാന്തം സത്യം ജ്ഞാനം അനന്തം, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്നു. ഇത് രണ്ടിന്റെയും വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും സൂചിപ്പിക്കുന്ന അർത്ഥം ഒന്നാണ്, അതായത് എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നസ്, ബ്ലിസ്. എക്സിസ്റ്റൻസ്, സത്ത് എന്ന് പറയുന്നത് ശാശ്വതമായ അടിസ്ഥാനപരമായ അസ്തിത്വം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധം, കോൺഷ്യസ്നസ്, പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം. അടുത്തത് ആനന്ദം എന്ന് പറഞ്ഞാൽ ഫുൾനെസ്, കംപ്ലീറ്റ്നെസ്. പ്രിയമുള്ളവരെ, ഇത് മൂന്ന് വ്യത്യസ്തമായ വസ്തുക്കളല്ല, മറിച്ച് ഒരു സത്യത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് സൂചനകളാണ്, ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേദാന്തം ഒന്നും നിങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നില്ല. നിങ്ങൾ വേദാന്ത സത്യങ്ങളെ അനുഭവത്തിലൂടെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആദ്യം കോൺഷ്യസ്നസ്. ഒരു നിമിഷം നിങ്ങളുടെ അനുഭവത്തെ നിരീക്ഷിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങൾ കോൺഷ്യസ് ആണോ? അതായത് ഈ വീഡിയോ ഞാൻ കാണുന്നു എന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നോക്കൂ, ഇതൊരു സങ്കല്പമോ വിശ്വാസമോ അല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ അനുഭവമാണ്. നിങ്ങൾ ഒരു കോൺഷ്യസ് ബീയിങ് ആണ്, നിങ്ങൾ ഒരു ബോധവാനാണ്. ആ ബോധത്തെയാണ് വേദാന്തം ചിത്ത് അല്ലെങ്കിൽ ചൈതന്യം എന്ന് വിളിക്കുന്നത്. ആ ബോധം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളും അറിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊരു സാധാരണ കാര്യമായി തോന്നിയേക്കാം, പക്ഷേ വേദാന്തം അതിനെ വളരെ അസാധാരണമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരു സൂര്യനെ പോലെ സ്വപ്രകാശിതമാണ്. സൂര്യൻ ലോകത്തിലെ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ കോൺഷ്യസ്നസ്, ചൈതന്യം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ പ്രകാശിപ്പിക്കുന്നു. മാത്രവുമല്ല,
നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന അതേ കോൺഷ്യസ്നസ് ആണ് എൻ്റെ മനസ്സിനെയും സകല ചരാചരങ്ങളുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നത്. ഒരുപാട് കമ്പ്യൂട്ടറുകളെ ഒരു വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്നത് പോലെ. ഇനി അടുത്ത ഒരു പ്രധാന പോയിന്റ് എന്താണെങ്കിൽ, സൂര്യൻ പ്രകാശിപ്പിക്കുന്ന ഒന്നും സൂര്യനെ ബാധിക്കാതെ സൂര്യൻ നിലനിൽക്കുന്നു. ഒരു ഉദാഹരണം, സൂര്യപ്രകാശം ഒരു ഗംഗാജലത്തിൽ പ്രതിഫലിക്കുമ്പോൾ സൂര്യൻ കൂടുതൽ പുണ്യവാനായി തീരുന്നില്ല. അതേപോലെ ഒരു ചെളി നിറഞ്ഞ വെള്ളത്തിലാണ് സൂര്യൻ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ ചെളി നിറഞ്ഞതാകുന്നില്ല. ഇതേപോലെ നിങ്ങളുടെ ചൈതന്യം, കോൺഷ്യസ്നസ്, നിങ്ങളുടെ മനസ്സിലെ സങ്കടത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അത് ദുഃഖപൂരിതമാകുന്നില്ല. സന്തോഷത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അത് സന്തോഷപൂരിതമാകുന്നില്ല. മനസ്സിന്റെ അവസ്ഥകളെ ഒന്നും ബാധിക്കാതെ ശാശ്വതമായി നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഈ കോൺഷ്യസ്നസ്സിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സംശയം നോക്കാം. നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാർ പേഷ്യന്റ് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ കോൺഷ്യസ് അല്ല, അൺകോൺഷ്യസ് ആണ് എന്നെല്ലാം പറയാറുണ്ട്. മെഡിക്കൽ സയൻസ് കോൺഷ്യസ്നസിനെ പറയുന്നത് ബാഹ്യമായ ഉത്തേജനങ്ങളോട് നമ്മുടെ ശരീരത്തിനെ പ്രതികരിക്കാനുള്ള ശേഷിയെയാണ് പറയുന്നത്. എന്നാൽ വേദാന്തം കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, അതായത് നിങ്ങളുടെ മനസ്സിലെ പ്രവർത്തനങ്ങളെ ഇലൂമിൻ ചെയ്യുക, പ്രകാശിപ്പിക്കുന്ന ശാശ്വതമായ പ്രകാശമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സത്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കോൺഷ്യസ്നസ്, അതായത് ആ ചൈതന്യം ശാശ്വതമാണെന്നാണ് വേദാന്തം പറയുന്നത്. അത് കാലാതീതമായി നിലനിൽക്കുന്ന ഒന്നാണ്. ജനനവും മരണവും മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് വേദാന്തം പറയുന്നു. അതല്ലാതെ ഒന്നും സത്യമായിട്ടില്ല. അപ്പോൾ നമ്മൾ സത്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. വേദാന്തത്തിന്റെ സത്യത്തിന്റെ നിർവചനം നമുക്ക് നോക്കാം. വേദാന്തം സത്യത്തെ ത്രികാല അബാധിതം എന്ന് നിർവചിക്കുന്നു. വളരെ വ്യക്തമാണ്. ത്രികാലം എന്നാൽ 3 കാലങ്ങൾ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അബാധിതം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്തത്, ബാധിക്കപ്പെടാതെ നിലനിൽക്കുന്നത് എന്നർത്ഥം. ഈ 3 കാലത്തും നിഷേധിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന എന്തോ അതിനെ സത്യം എന്ന് വേദാന്തം പറയുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശരീരത്തിന് ജനനമുണ്ട്, മരണമുണ്ട്, മാറ്റമുണ്ട്. നിങ്ങളുടെ മനസ്സിനും ജനനമുണ്ട്, അതിനും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റിലുമുള്ള എല്ലാതും നിരീക്ഷിക്കൂ. എല്ലാതും ഈ പറയുന്ന നിർവചനത്തിൽ ഒതുങ്ങുന്നുണ്ടോ? അത് ഒതുങ്ങുന്നില്ലെങ്കിൽ അതെല്ലാം സത്യമല്ലെന്ന് വേദാന്തം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കുക, ഇതൊന്നും സത്യമല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഇവിടെയാണ് വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മിഥ്യ. എന്താണ് സത്യം, എന്താണ് മിഥ്യ? വേദാന്തം ഒരിക്കലും ശരീരവും മനസ്സും ഈ ലോകവും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വേദാന്തം അവയെ നിർവചിച്ചിരിക്കുന്നത് മിഥ്യയായിട്ടാണ്. മിഥ്യ എന്നാൽ സ്വന്തമായി നിലനിൽപ്പില്ലാത്തത് എന്നർത്ഥം. അതായത് അപ്പാരന്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് റിയാലിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. മിഥ്യയുടെ നിലനിൽപ്പ് എപ്പോഴും സത്യത്തെ ആശ്രയിച്ചാണ്. ഒരു വേദാന്ത ഉദാഹരണത്തിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കുടം കാണുന്നില്ലേ? ഇതിന്റെ കളറ്, വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ ചോദ്യം, ഈ കുടത്തിന്റെ സത്യം എന്താണ്? നിങ്ങൾക്കറിയാം, കുടത്തിന്റെ സത്യം എന്ന് പറയുന്നത് മണ്ണാണ്, കളിമണ്ണാണ്. അപ്പോൾ കുടം എന്നത് വേദാന്തയുടെ ഭാഷയിൽ മിഥ്യയാണ്, അതായത് നാമരൂപമുള്ള മിഥ്യയാണ്. ഈ കുടത്തിന്റെ സത്യം എന്ന് പറയുന്നത് കളിമണ്ണാണ്. ഇനി നിങ്ങൾ നോക്കൂ, കുടത്തിന് മണ്ണിനെ അപേക്ഷിച്ച് സ്വന്തമായി നിലനിൽപ്പുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. കുടത്തിൽ എന്താണുള്ളത്? മണ്ണ് മാത്രമാണുള്ളത്. കുടം എന്നതൊരു നാമരൂപമാണ്. അതായത് കുടത്തിനെ സംബന്ധിച്ചിടത്തോളം കുടം ഉണ്ടാവുന്നതിന് മുമ്പ് മണ്ണ് ഉണ്ട്, പാസ്റ്റ്. കുടത്തിന്റെ ഒപ്പം ഈ മണ്ണുണ്ട്, പ്രസന്റ്. കുടം ശേഷവും, അതായത് കുടം തകർന്നതിന് ശേഷവും മണ്ണിനൊന്നും സംഭവിക്കുന്നില്ല. മണ്ണ് അതുപോലെ ശാശ്വതമായി നിലനിൽക്കുന്നു. ഇതാണ് സത്യം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ബാധിക്കാതെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ആത്മാവും ഇതേപോലെയാണെന്ന് വേദാന്തം പറയുന്നു. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും മുൻപ് ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒപ്പം ആത്മാവ് ഉണ്ട്. ഇനി നിങ്ങളുടെ ശരീരവും മനസ്സും ഇല്ലാതായാലും ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അത് ശാശ്വതമായി നിലനിൽക്കുന്നു. ഇനി ഈ മിഥ്യ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു പ്രശ്നമായി തീരുന്നത് എന്ന് നോക്കാം. കാരണം മിഥ്യ തീർച്ചയായും നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ 2 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന് സത്യം, 2 അസത്യം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ആൾ എന്ന് പറഞ്ഞത് അസത്യമാണ്. ഇത് നിലനിൽക്കാത്തതാണ്. നിങ്ങൾക്കറിയാം, ഇത് എന്റെ ഇമാജിനേഷനാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, വേദാന്തം അതിനെ മിഥ്യ എന്ന് വിളിക്കുന്നു. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള ഒന്നാണ് മിഥ്യ. ഇനി
എവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സത്യം എന്നത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്, ഇന്ദ്രിയ ഗോചരമല്ല. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം സത്യം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല, അതിന് നാമരൂപങ്ങളില്ല, നിറമോ മണമോ ഗുണമോ ഒന്നുമില്ല. അതുകൊണ്ട് അത് നമുക്ക് അനുഭവ യോഗ്യമല്ല. ഇനി അസത്യം എന്ന് പറയുന്നതും അനുഭവ യോഗ്യമല്ല. എന്തുകൊണ്ട്? അത് നിലനിൽക്കാത്തതാണ്. എന്നാൽ മിഥ്യയാകട്ടെ ഫുള്ളി എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളുടെ എല്ലാ അനുഭവങ്ങളും മിഥ്യയിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഈ ലോകം, ഇന്ദ്രിയങ്ങൾ, ഈശ്വരൻ എല്ലാം ഈ മിഥ്യാലോകത്താണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത്? വേദാന്തം പറയുന്നു, ജ്ഞാനത്തിലൂടെ മാത്രമേ, നോളജിലൂടെ മാത്രമേ സത്യത്തെയും മിഥ്യയെയും നമ്മൾ വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിനെ വിവേകം എന്നാണ് വേദാന്തം വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനു മുൻപ് വിവേകത്തിനെ കുറിച്ചും വൈരാഗ്യത്തെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംസാരത്തിൽ അകപ്പെടുന്നത് എന്ന് നോക്കാം. വേദാന്തം പറയുന്നത്, സത്യത്തെ സത്യമായി കാണുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, മിഥ്യയെ മിഥ്യയായി കണ്ടാലും പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മളുടെ പ്രശ്നം മിഥ്യയെ സത്യമായി കാണുമ്പോൾ നമ്മളുടെ സംസാരം തുടങ്ങുന്നു. നമ്മളുടെ ദുഃഖപൂരിതമായ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. മിഥ്യയെ നമ്മൾ സത്യമായി കാണുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും മിഥ്യയാണ്, പക്ഷെ നിങ്ങൾ അതിനെ സത്യമായി, എന്റെ സത്യമായി കാണുമ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായി മാറുന്നു. ആനന്ദ എന്താണെന്ന് മനസ്സിലാക്കാം. സാധാരണയായി ആനന്ദം എന്ന വാക്കിനെ സന്തോഷം അല്ലെങ്കിൽ ബ്ലിസ് എന്നിങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്ന് വേദാന്തം പറയുന്നു. കാരണം സന്തോഷം, ഹാപ്പിനെസ്, ബ്ലിസ് എന്ന് പറയുന്നത് ഒരു വികാരമാണ്, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. എന്നാൽ അത് ശാശ്വതമല്ല, അത് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ആത്മാവ് ശാശ്വതമാണ്, പ്രകാശപൂരിതമാണ്, അത് വന്നു പോകുന്ന ഒന്നല്ല. അപ്പോൾ ഇവിടെ ആനന്ദം എന്ന വാക്ക് അനന്തത്തെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ ഫുൾനെസ്, കംപ്ലീറ്റ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ഒന്നിനും കുറവില്ലാത്ത ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ. അതായത് നിങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിടമാണ് ആനന്ദം. നിങ്ങൾ നേരത്തെ കണ്ട കോൺഷ്യസ്നസ് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ബോധം അത് ശാശ്വതമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ബോധത്തിന്റെ മൂന്നാമത്തെ സൂചകം അത് ആനന്ദമാണ്, പൂർണ്ണ തൃപ്തിയുള്ള സമ്പൂർണമായ ഒന്നാണ്, പൂർണ്ണമായ ഒന്നാണ്. ഭഗവത്ഗീതയിൽ ഈ അവസ്ഥയെ ആപൂര്യമാനം അചലപ്രതിഷ്ഠം, ഒരു സമുദ്രത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അതായത് ലോകത്തിലെ മുഴുവൻ നദികളും സമുദ്രത്തിൽ വന്ന് ലയിക്കുന്നു, പക്ഷെ സമുദ്രനിരപ്പ് കൂടുന്നില്ല. സൂര്യപ്രകാശം കൊണ്ട് സമുദ്രത്തിലെ വെള്ളം, ജലം എപ്പോഴും നീരാവിയായി പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ സമുദ്രത്തിന്റെ നിരപ്പ് താഴുന്നുമില്ല. അതായത് ബാഹ്യമായ പ്രശ്നങ്ങൾ ബാധിക്കാതെ അതിന്റെ അനന്തമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സങ്കല്പിക്കൂ. ബാഹ്യമായ പ്രശ്നങ്ങളും ആന്തരിക പ്രശ്നങ്ങളും ഒന്നും നിങ്ങളെ ബാധിക്കാതെ നിലനിൽക്കുന്ന ഒരു ശാശ്വത സത്യമാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ ഒരു വിഷയം ഈ ഒരു ഉദാഹരണത്തിലൂടെ വേദാന്തം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ആകാശം എന്ന വാക്കിന് സ്പേസ് എന്നാണ് അർത്ഥം. ഘടം എന്ന വാക്കിന് കുടം എന്നാണ് അർത്ഥം. അതായത് പോട്ട് സ്പേസ് വേഴ്സസ് കോസ്മിക് സ്പേസ്. നമുക്കറിയാം സ്പേസ് എന്നത് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. നമ്മളുടെ യാഥാർത്ഥ്യമായ ബ്രഹ്മത്തിനും ഈ സ്പേസിനും തമ്മിൽ പല സാമ്യതകളുണ്ട്. അതുകൊണ്ടാണ് വേദാന്തം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഉദാഹരണം എടുക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന നീല നിറം ഒരു സ്പേസ് ആണെന്ന് സങ്കല്പിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സർവ്വവ്യാപിയായി നിലനിൽക്കുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഉള്ള ഒന്നാണ് സ്പേസ്. എല്ലാ വസ്തുക്കളും സ്പേസിലാണ് നിൽക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പേസ് നിൽക്കുന്നത് ബ്രഹ്മത്തിനകത്താണ്. ബ്രഹ്മം സ്പേസിനേക്കാൾ സൂക്ഷ്മമായ ഒന്നാണ്. അപ്പോൾ ഈ ടോട്ടൽ സ്പേസിൽ ഞാൻ ഒരു കുടം കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് സങ്കല്പിക്കൂ. ഇപ്പോൾ സ്വാഭാവികമായും ഈ കുടത്തിന്റെ ഉള്ളിലും സ്പേസ് ഉണ്ടാകും. ഇവിടെ നോക്കൂ, ഒരു പോട്ട് സ്പേസ്, കുടത്തിനകത്ത് ഒരു സ്പേസ് വന്നു, ടോട്ടൽ സ്പേസ്. ഈ കുടവും നമ്മളും എല്ലാം നിൽക്കുന്ന ഒരു സ്പേസും ഉണ്ട്. ഇനി ഈ ഉദാഹരണത്തിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സ്പേസ് ഇൻസൈഡ് ദ പോട്ട് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പോട്ട്. അതായത് ഈ കുടത്തിനകത്ത് നിങ്ങൾ കാണുന്ന ഈ സ്പേസ് ഒരിക്കലും ഈ കുടം ഉണ്ടാക്കിയതല്ല, മറിച്ച് സ്വാഭാവികമായി കുടം വന്നതുകൊണ്ട് മാത്രം വന്നു ചേർന്നതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, there is no two space here, only one space appear as two. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 2 സ്പേസ് ഇല്ല, 2 ആകാശങ്ങൾ
കാര്യങ്ങളില്ല, മറിച്ച് ഒരേ ഒരു സ്പേസ് നമുക്ക് രണ്ടായി തോന്നുന്നു. എന്തുകൊണ്ട്? ഈ കുടം ഉള്ളത് കൊണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്തുകൊണ്ട് നമുക്കത് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഈ കുടം ഉള്ളത് കൊണ്ടാണ് അത് തോന്നുന്നത്. വേദാന്തം അതിനെ ഉപാധി എന്നാണ് പറയുന്നത്. ഉപാധി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒന്നിനെ അപൂർണമാക്കി തോന്നിപ്പിക്കുന്നതാണ് ഉപാധി. അതിനെ ലിമിറ്റഡ് അഡ്ജന്റ് എന്ന് പറയുന്നു. അതായത് അൺലിമിറ്റഡ് ആയ ഒന്നിനെ ലിമിറ്റഡ് ആക്കി തോന്നിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മൾക്ക് ഈ ഒരു ഉദാഹരണം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തി നോക്കാം. ഇവിടെ പോട്ട് സ്പേസ് എന്ന് പറയുന്നത് ആത്മ ആണ്. അതായത് നിങ്ങൾക്കറിയാം, ബ്രഹ്മത്തിൽ നിങ്ങളുടെ ജനനം സംഭവിക്കുമ്പോൾ, അതായത് ഒരു ശരീരവും മനസ്സും വരുമ്പോൾ ഒരു പോട്ട് സ്പേസ് ഉണ്ടാകുന്നു. ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഇനി നിങ്ങൾക്കറിയാം, ഉപാധി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സുമാണ്. അതായത് ഒരു ജനനം സംഭവിക്കുമ്പോൾ ഒരു ഉപാധി ഉണ്ടാകുന്നു. ആ ഉപാധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നു. എന്നാൽ ബ്രഹ്മനിൽ നിന്നും വ്യത്യസ്തമല്ല. ആ ഉപാധി ഇല്ലാതാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്പേസ് ആവുന്നു. ഇവിടെ നോക്കൂ, ഞാൻ ഈ കുടം എടുത്ത് മാറ്റിയാൽ ഇവിടെ ഒരു സ്പേസേ ഉള്ളൂ. ഈ കുടം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് സ്പേസായി കാണുന്നു. നമ്മളുടെ ആത്മജ്ഞാനത്തിന് വിലങ്ങത്തടിയായി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവിദ്യ അതിലൊന്നാണ്, മായ ഒന്നാണ്. ഇന്ന് ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ഉപാധിയെ കുറിച്ച് മനസ്സിലാക്കി. ഈ ഉപാധിയെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു നഗ്ന സത്യം തിരിച്ചറിയുന്നു. ഇവിടെ ഒരു സത്യമേ ഉള്ളൂ, അത് ബ്രഹ്മം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഉപാധിയെ നീക്കലാണ് പടിപടിയായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ആത്മജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവയെല്ലാം മനസ്സിലാക്കി ഇവയെല്ലാം നമ്മൾ മാറ്റുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് വേദാന്തയുടെ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ അറിവ് വെച്ച് ഒരു മഹാവാക്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ആ മഹാവാക്യം? തത്വമസി. എന്താണ് തത്വമസിയുടെ അർത്ഥം എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. ആദ്യത്തെ വാക്ക് തത്. തത് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നാണ് അർത്ഥം. അതായത് അത്. എന്താണ് അത്? നിങ്ങൾക്കറിയാം, അത് നാമരൂപങ്ങളല്ല, ഈ ലോകമല്ല, മറിച്ച് അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ എന്നാണ് അർത്ഥം. അടുത്തത് ത്വം എന്ന വാക്ക്. ത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യു എന്നാണ് അർത്ഥം. അതായത് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് അർത്ഥം. നീ ഇവിടെ ആരാണ്? ശരീരവും മനസ്സുമല്ല, മറിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യം, ആത്മാ. ഇനി അസി എന്ന് പറഞ്ഞാൽ ആർ എന്നാണ് അർത്ഥം, ആകുന്നു എന്നർത്ഥം. അതായത് നിങ്ങൾ ആ റിയാലിറ്റിയാണ്, നിങ്ങൾ ആ യാഥാർത്ഥ്യമാണ്. ഏത്? നിങ്ങൾ ബ്രഹ്മനാണ്. തത്വമസി. പ്രിയമുള്ളവരെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വേദാന്തം ഒരിക്കലും യു വിൽ ബിക്കം ബ്രഹ്മൻ, നിങ്ങൾ ബ്രഹ്മൻ ആകും എന്നല്ല പറയുന്നത്. പ്രസന്റ് ടെൻസിൽ വ്യക്തമായി പറയുന്നു, യു ആർ ബ്രഹ്മൻ. തത്വമസി. യു ആർ ബ്രഹ്മൻ. നിങ്ങൾ ആ സത്യമാണ്, നിങ്ങൾ ആ യാഥാർത്ഥ്യമാണ്, നിങ്ങൾ സച്ചിദാനന്ദ ആത്മ ആണ്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇംഗ്ലീഷിലുള്ള വീഡിയോകൾക്കായി വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന ചാനൽ സന്ദർശിക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.